ഓം ശാന്തി. ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കുന്ന അസുലഭമായിരിക്കുന്ന ഈശ്വരൻ്റെ വരദാനം, അത് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്ത് നിങ്ങൾക്കൊരിക്കലും ആരിൽ നിന്നും കിട്ടാത്ത ഒരു കൂട്ടാണ് ഭഗവാൻ നമുക്ക് വേണ്ടി തരിക. പക്ഷെ കണ്ടീഷൻ എന്താണെന്നറിയോ? ഈശ്വരൻ എൻ്റെ അടുത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യന്മാരുടെ കൂടെ മാത്രമൊന്നുമല്ല, സസ്യലതാദികളുടെ കൂടെയും പക്ഷിമൃഗാദികളുടെ കൂടി ഈശ്വരൻ ഉണ്ടായിരിക്കും. പലപ്പോഴും കണ്ടിട്ടില്ലേ, ഈ പൂച്ചകൾ റോഡ് ക്രോസ് ചെയ്യാൻ വരുമ്പോൾ പാഞ്ഞു വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ആരോ പിടിച്ചു നിർത്തിയ പോലെ നിന്ന് തിരിച്ചു ഓടുന്നത് കാണാം. നായ്ക്കൾ, മൃഗങ്ങൾ, എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് അവരും അവരുടെ ജീവിതം രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. കാട്ടിലൊരു മാനാണെങ്കിലും സിംഹമാണെങ്കിലും എല്ലാ ജീവികൾക്കും അവരവരുടെ ജീവിതത്തിലതായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ കലിയുഗത്തിൽ സസ്യലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും കൂടിയുണ്ട്. പിന്നെയല്ലേ മനുഷ്യൻ്റെ കാര്യം, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഈശ്വരനുണ്ട് എന്നതായിട്ടുള്ള തിരിച്ചറിവ്, അത് എത്രത്തോളം ഞാൻ സ്വീകരിക്കുന്നു അത്രമാത്രമാണ് ഭഗവാൻ എനിക്ക് കൂട്ട് നൽകാനും എന്നെ സഹായിക്കാനും സാധിക്കുമെന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മഹാഭാരതത്തിൽ വസ്ത്രാക്ഷേപ കഥയിലെ പാഞ്ചാലിയുടെ അവസ്ഥ പോലെയാണ്. പാഞ്ചാലി ആദ്യം ചെയ്തത് തൻ്റെ ഭർത്താക്കന്മാരോട് സഹായം ചോദിച്ചു. അവിടെ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്നതായിരിക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത്, ദ്രോണാചാര്യരുടെ അടുത്ത്, ധൃതരാഷ്ട്രരോടൊക്കെ സഹായം ചോദിച്ചു. തൻ്റെ സഹോദരങ്ങളെന്ന് മാനിക്കുന്നതായിരിക്കുന്ന ദുര്യോധനാദികൾ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരോട് ചോദിച്ചു, സദസ്യരോട് ചോദിച്ചു. എവിടെ നിന്നും എനിക്ക് ആശ്രയം കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴാണ് എൻ്റെ ഭഗവാനെ എനിക്ക് നീ അല്ലാണ്ട് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പരിശ്രമം നടത്തി നോക്കി. അതും ആവില്ല എന്ന് കണ്ടപ്പോൾ പൂർണ്ണമായി 2 കൈകളും കൂപ്പിക്കൊണ്ട് ഗോവിന്ദ 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 എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു. അവിടെയാണ് ഭഗവാന്റെ സഹായം ദ്രൗപദിക്ക് കിട്ടിയത് എന്ന് നമ്മൾ കഥയിൽ വായിച്ചു. ഞാൻ നിങ്ങളടുത്തും പറയാണ്, ഈശ്വരൻ എന്നും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ, നിങ്ങൾ ഓരോരുത്തരും സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഹാജരാണ്. പക്ഷെ ഭഗവാനെ ഒന്ന് മൈൻഡ് ചെയ്യണം. എങ്ങനെയാണ് ഭഗവാനെ മൈൻഡ് ചെയ്യുക? ആദ്യം നമ്മൾ ഈശ്വരനെ അറിയണം. ഈശ്വരനോട് നമ്മൾ സംസാരിക്കുന്നതായിട്ടുള്ള ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. സ്നേഹത്തിൻ്റെ കയറുകൊണ്ട്, ഞാൻ ഒരിക്കൽ ഓർമ്മിക്കും ഭഗവാന്റെ മഹാവാക്യത്തിൽ പറഞ്ഞത്, സ്നേഹവും ഭാവനയുമാകുന്ന 2 കയറുകൊണ്ട് ഹൃദയ സിംഹാസനത്തിനെ ഇരിപ്പിടമാക്കി നിങ്ങൾ ഊഞ്ഞാൽ കെട്ടി ആടാമെങ്കിൽ നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടാമെന്ന്. എപ്പോഴാണോ സ്നേഹമെന്ന കയറുകൊണ്ട് ഭഗവാനുമായി ബന്ധിക്കുന്നത്, ഈശ്വരൻ്റെ അടുത്ത് ഭാവന എന്നതായിരിക്കുന്ന ആ ഒരു സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് ഭഗവാനെ ബന്ധിപ്പിക്കുന്നത്, അവിടെ ഭഗവാൻ ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കില്ല. 1000 കഥകൾ നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ പലതും വായിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും, അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ അനുഭവിക്കാറില്ല എൻ്റെ ജീവിതത്തിലെ അനുഭവം. കുളിക്കുകയാണെങ്കിലും ഞാൻ വിചാരിക്കും എൻ്റെ ഭഗവാന്റെ ആ പരമചൈതന്യത്തിൻ്റെ ഈശ്വരൻ്റെ പ്രകാശം ആത്മാവിനെ ശുദ്ധീകരിക്കുമ്പോൾ ഈ ആത്മാവിരിക്കുന്ന അമ്പലത്തിന് ഞാൻ വെള്ളം കൊണ്ട് കഴുകുകയാണ് എന്ന് ഞാൻ സങ്കല്പിക്കാറുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോൾ ഭഗവാനെ അങ്ങ് തന്നതായിരിക്കുന്ന ഈ മൃഷ്ടാന്ന ഭോജനം, എന്തായാലും ഒരു ചോറും കറിയും ഒരു ഉപ്പേരി, വേണമെങ്കിൽ നമുക്ക് അച്ചാർ, ഒരു വിഭവമില്ല എന്ന് വിചാരിച്ചോ, ചോറും ചമ്മന്തിയാണെങ്കിലും ആ ചോറും രുചികരമായ ഒരു സാധനം തന്നിട്ടുണ്ടല്ലോ കഴിക്കാനും. അതുകൊണ്ട് ഈ അന്നത്തിൻ്റെ ഓരോ മണിക്ക് പോലും ഞാൻ നിന്നോട് നന്ദി പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് നീ എന്നെ കഴിപ്പിക്കുന്ന ഈ അന്നത്തിന് എത്ര ഞാൻ നന്ദി പറയണം എന്നാലോചിച്ചുകൊണ്ട് ആനന്ദിച്ച് ആഹാരം കഴിക്കുമ്പോൾ ആ ഓരോ ഉരുളയിലും ഭഗവാന്റെ സ്മൃതിയായി കഴിഞ്ഞു. നമ്മൾ നടക്കുന്ന സമയത്ത് എത്ര ശക്തരായിട്ടുള്ള ആളുകൾ പോലും ഒന്ന് കാല് തെറ്റി വീണിട്ട് കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് എന്തൊക്കെ അവസ്ഥകൾ മനുഷ്യൻ ഇരിക്കേണ്ടി വരുന്നുണ്ട്. എല്ലായിടത്തും പിന്നാലെ താങ്ങി നിന്നുകൊണ്ട് നീ കൂടെ നടക്കുകയാണ്. അവിടെയും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കും. എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പച്ചക്കറി മുറിക്കുകയാണ്, കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോളൂ. ഞാൻ അനുഭവിക്കാറുണ്ട്. ഞാൻ പച്ചക്കറി മുറിക്കുമ്പോൾ പറയും, ബാബാ ഒന്ന് തേങ്ങ ചിരവി തരും കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ആഹാരം. അപ്പോൾ അത് വേകുമ്പോഴത്തേക്ക് ഇത് മുറിച്ചായ റെഡിയായി, തേങ്ങ ചിരവി അരച്ചാൽ പെട്ടെന്ന് ആവുമല്ലോ, അവിടെ ഒന്ന് തേങ്ങ ചിരവിത്താന്ന് പറയാറുണ്ട്. എന്ന് കരുതി ഈശ്വരൻ അടുത്ത നിമിഷം ശരീരം എടുത്ത് വരുന്നതാണോ? ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ശരീരം മാത്രം ഉപയോഗിച്ചാൽ പോരാ എങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ട്, ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾക്ക് ആ കാര്യം എളുപ്പത്തിൽ ഭഗവാൻ നടത്തി തരും.
ഒരിക്കലും ഏൽപ്പിച്ചൊരു കാര്യവും ഇന്ന് വരെ ഒരു ഓട്ടോറിക്ഷ പിടിക്കണമെങ്കിൽ സഹായിക്കാറുണ്ട്, ഏതെങ്കിലും ആൾക്കാരുടെ വല്ല ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ സഹായിക്കാറുണ്ട്, സാധനം വേണമെങ്കിൽ സഹായിക്കാറുണ്ട്, ഏതെങ്കിലും പണികൾ ചെയ്യാൻ ആളുകളുടെ സഹായം വേണമെങ്കിൽ സഹായിക്കാറുണ്ട്, യാത്ര ചെയ്യാൻ വാഹനം വേണമെങ്കിൽ കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ തരാത്ത ഒരു കാര്യവും ഇന്ന് ഈ നിമിഷം വരെ ഭഗവാൻ ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങളിതുപോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഭഗവാനെ ഞാനിത് ചെയ്യട്ടെ, ഞാൻ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ എന്നാൽ ഞാൻ നിൻ്റെ മടി തലവെച്ച് കിടന്ന് ഉറങ്ങട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ലാസ്റ്റ് പലപ്പോഴും ഞാൻ വെള്ളം ചാർജ് ചെയ്ത് കുടിക്കുന്ന കാര്യം ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്, ഏതെങ്കിലുമൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഞാൻ ഉറങ്ങുന്നത് നിൻ്റെ മടിയിലാണ്. പലപ്പോഴും ഭഗവാന്റെ കിരണങ്ങൾ എന്നിൽ നിറഞ്ഞ് ആ ഡീപ്പ് സൈലൻസിൻ്റെ സുഖം ആസ്വദിക്കുമ്പോഴത്തേക്കും സ്വിച്ച് ഓഫാക്കിയ പോലെ ഉറങ്ങിപ്പോവാറുണ്ട്. ഉണരുമ്പോൾ 4 മണിക്കൂറിന് മുന്നേ പലപ്പോഴും ഉണരാറുണ്ട്. കാരണം അത് അത്രയും എനർജി നിറയല്ലേ നമ്മുടെ മനസ്സിലേക്ക്. അഗാധമായ ശാന്തിയുടെ അനുഭവത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ വെച്ച് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും സുഖകരമായിരിക്കുന്ന ഉറക്കം കുറഞ്ഞ സമയം കൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ ഫ്രഷായിട്ട് ഉണരാം. ഇങ്ങനെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ രണ്ടുപേരോട് ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈവൻ ഒന്ന് വാഷ്റൂമിൽ പോയി ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് വരട്ടെ നിങ്ങൾ പറയില്ലേ, അതുപോലെ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ അത് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് ആ പ്രസൻസ് ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായിക്കൊണ്ട്, വീഴാൻ പോകുന്നെങ്കിൽ താങ്ങി നിർത്തിക്കൊണ്ട്, വിശക്കുന്നെങ്കിൽ അന്നം തന്നുകൊണ്ട്, ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തന്നുകൊണ്ട്, ജ്യൂസ് തന്നുകൊണ്ട്, നിങ്ങൾക്ക് ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമായിക്കൊണ്ട്, ധനം വേണമെങ്കിൽ ധനവാനായി സഹായിക്കാൻ വന്നുകൊണ്ട്, ഈശ്വരൻ തരാത്ത ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷെ ആ കയ്യെ മുറുക്കെ പിടിക്കണം. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളതായിട്ടുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോകൂ. നിങ്ങൾ സ്വയം ഞാൻ ആരെന്ന് തിരിച്ചറിയൂ, ഭഗവാനെ അറിയൂ, രാജയോഗ മെഡിറ്റേഷൻ പഠിച്ചുകൊണ്ട് ഈശ്വരനെ തൻ്റെ പൂർണ്ണമായ സുഹൃത്താക്കി ജീവിക്കാൻ പഠിച്ചാൽ ഈ ലോകത്തിൽ എവിടെ ജീവിച്ചാലും ഇത്രയും ആനന്ദം നിറഞ്ഞ ജീവിതം ഈ കലിയുഗത്തിൻ്റെ ഒടുവിലും ജീവിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തുള്ള സെൻറ്ററിൽ പോകണം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യവും നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.